പ്രശാന്തന്റെ ഈ കൊച്ചു കേരളത്തിൽ എന്തൊക്കെയാണ് നടക്കുന്നത് ഒന്ന് ആലോചിച്ച് നോക്കൂ. ഒരു ഭിന്നശേഷിക്കാരനായിട്ടുള്ളൊരു പയ്യനെ ഒരു ഹോട്ടൽ റൂമിലേക്ക് വിളിച്ചു വരുത്തിയിട്ട് നട്ടലടിച്ചൊടിക്കുന്നൊരു സംഭവം. അപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് ആരുടെ ഭാഗത്താണ് തെറ്റ് എന്നിപ്പോഴും മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ എന്താണ് ഈ കൊച്ചു കേരളത്തിൽ നടക്കുന്നത്? രാവിലെ എൻ്റെ മുഖത്ത് ഇങ്ങനൊരു വാർത്ത വരുമ്പോൾ ചിരി വന്നത് എന്തിനാണെന്ന് സ്വാഭാവികമായിട്ടും രാവിലെ ഒരു സംശയം തോന്നുന്നു. അല്ല, ആ വീഡിയോയിൽ ആ പെൺകുട്ടി ചിരിക്കുന്നതുകൊണ്ടായിരിക്കാം. വീഡിയോയിലെ പെൺകുട്ടി ചിരിക്കുന്നത് മാത്രമല്ല, ഞാൻ ആ വീഡിയോ കണ്ടപ്പോഴേ പറഞ്ഞിരുന്നു കൊച്ചു കൊള്ളാം, ഇൻസ്റ്റാഗ്രാമിൽ ഒന്ന് തപ്പിയെടുത്ത് ഒന്ന് മെസ്സേജ് ഇടാം എന്ന് അടുത്ത നട്ടല് റീലോടി. പക്ഷേ ഇതില് ഒരു ഒന്ന് രണ്ട് കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കേണ്ടതും പറയേണ്ടതുമായ ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട് രാവിലെ. ഒന്ന്, ഈ ഇൻസ്റ്റാഗ്രാം എന്ന് പറയുന്ന സോഷ്യൽ മീഡിയ അത് ഒരു എൻ്റർടൈൻമെൻറ്റിനായിട്ട് ക്രിയേറ്റ് ചെയ്യേണ്ട ഒരു പ്ലാറ്റ്ഫോമാണ്. നമ്മുടെ പോസ്റ്റുകൾ, നമുക്ക് ഇഷ്ടപ്പെട്ട വീഡിയോകൾ, നമ്മളെടുക്കുന്ന റീലുകൾ, ഇതൊക്കെ ഷെയർ ചെയ്യാനുള്ളതാണ്. അവിടെ പലരും ഉണ്ടാവും, പല കുടുംബങ്ങളിൽ നിന്നുള്ള ആളുകളുണ്ടാവും, ഭാര്യമാരുണ്ടാവും, സഹോദരിമാരുണ്ടാവും, കൂട്ടുകാരികളുണ്ടാവും. ഇവരുടെയൊക്കെ ഇൻബോക്സിൽ പോയിട്ട് ഹായും ഹൂയും ഒക്കെ ഇട്ട് അവരെ വിളിച്ചു വരുത്തി അവരോട് ചാറ്റ് ചെയ്ത് ഇതുപോലെ ഒരു പരിചയമില്ലാത്ത ഒരു സ്ഥലത്തേക്ക് ചെന്നുപെടേണ്ട ആവശ്യം അമൽ എന്ന് പറയുന്ന ഭിന്നശേഷിക്കാരനായ യുവാവിനുണ്ടായിരുന്നോ എന്നുള്ളതാണ് എനിക്ക് ഈ ചിരി വരുവാനുള്ള കാരണം. ഞാൻ ഏകദേശം 4 വർഷത്തോളം, 4 അല്ല അതിൽ കൂടുതലായി ഞാൻ ഇൻസ്റ്റാഗ്രാം യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട്. മുൻപൊക്കെ ഞാൻ റീല് ചെയ്യുമായിരുന്നു, പക്ഷെ ഞാൻ ഈ ഒരു മാധ്യമരംഗത്തേക്ക് കടന്നു വന്നതിന് ശേഷം റീലുകളുടെ ഉപയോഗം പൂർണ്ണമായിട്ടും കുറച്ചു. പിന്നെ ഇപ്പോൾ ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് എന്ന് പറയുന്നത് അറിയാം, നമ്മുടെ ചാനലിൻ്റെ ഭാഗമായിട്ട് തന്നെയുള്ള നമ്മുടെ പബ്ലിക്കേഷൻസിൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് മാത്രമാണ് ഇപ്പോൾ ഞാൻ ഹാൻഡിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ബാക്കി എൻ്റെ പേഴ്സണൽ ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ വീഡിയോസ് കാണാറുണ്ട്, സപ്പോർട്ട് കൊടുക്കാറുണ്ട്, ഞാൻ ഇറങ്ങിപ്പോയിരുന്നു. പിന്നെ കുറച്ച് ന്യൂസ് മലയാളം പോലുള്ള കുറച്ച് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൻ്റെ നമ്മുടെ അക്കൗണ്ടുകൾ അതൊക്കെയാണ് ഫോളോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞത് ഇത് സോഷ്യൽ മീഡിയയാണ്, ഇവിടെ ഇങ്ങനെയാണ്. ഒന്നാമത്തെ കാരണം, ഇപ്പോഴത്തെ കേരളത്തിലെ യുവത്വത്തിൻ്റെ 1%, അതായത് ഒരു നല്ല ശതമാനം, 1% എന്നല്ല, നല്ല 1% മറ്റ് പല കാര്യങ്ങളുടെ പിന്നാലെ കുതിച്ച് പാഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് കൂടുതൽ എക്സ്പ്ലോർ ചെയ്യണം. അത് ലഹരിയുടെ പുതിയ തലങ്ങൾ എക്സ്പ്ലോർ ചെയ്യണം, ആഘോഷത്തിൻ്റെ പുതിയ തലങ്ങൾ എക്സ്പ്ലോർ ചെയ്യണം. അവരപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഈ ജെൻസി എന്ന് പറയുന്ന ഇപ്പോഴത്തെ പുതിയ തലമുറ, ഞാൻ അടങ്ങുന്ന 80-90 ഗ്യാങ്ങിനെ അല്ല പറയുന്നത്, രാഹുലൊക്കെ അടങ്ങുന്ന ജെൻസി, അതിലും രാഹുലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാധ്യമരംഗത്ത് നിൽക്കുന്നതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് പോകുവാനുള്ള സമയം രാഹുലിനൊന്നും കിട്ടുന്നില്ലാത്തതുകൊണ്ടാണ്. അതല്ല, അച്ഛൻ ഒരു എന്താ പറയുന്നത് ഒരു 350cc ബൈക്ക് എടുത്ത് തന്ന് നിറയെ പോക്കറ്റ് മണിയും തന്ന് മോനെ നീ ആഘോഷിക്കട എന്ന് പറഞ്ഞ് വിട്ടിരുന്നുണ്ടെങ്കിൽ രാഹുൽ ഇവിടെ ഇങ്ങനെ വന്നിരിക്കേണ്ട ഒരാളല്ല. ഒരുപക്ഷെ ആഘോഷങ്ങളുടെ പുതിയ തലങ്ങളെ തേടി പോകേണ്ട ഒരു വ്യക്തിയാണ്. പക്ഷെ അത് അങ്ങനെ അല്ലാത്തത് കൊണ്ട്, പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചത് കൊണ്ട്, എന്ത് പറയുന്നത് മാധ്യമ രംഗത്തേക്ക് കടന്നു വരാനുള്ള ഒരു ത്വരയുണ്ടായിരുന്നത് കൊണ്ട് ഇപ്പോൾ ഇതുപോലെ നമ്മൾ മുഖാമുഖം ഇരുന്ന് ചർച്ച ചെയ്യുന്നു. അല്ലെന്നുണ്ടെങ്കിൽ ഇതെല്ലാം ഞാൻ സമ്മതിക്കുന്നു. പക്ഷേ അങ്ങനെ ഒരു ചെറുപ്പക്കാരന്റെ നട്ടല് തല്ലി ഒടിക്കാനുള്ളതാണോ, അല്ലെങ്കിൽ അത് സ്വയം ഏറ്റെടുത്ത് ചെയ്യാനുള്ളതാണോ? അങ്ങനെ എന്തെങ്കിലും ഒരു വിഷയമുണ്ടെങ്കിൽ ഇവിടെ ആഭ്യന്തര വകുപ്പില്ലേ, പോലീസില്ലേ? രാഹുലെ, ഈ നട്ടല് വീടിന്റെ തിണ്ണയിൽ കാപ്പി കുടിച്ചോണ്ടിരുന്നപ്പോൾ അവർ വന്ന് അടിച്ചോടിച്ചതല്ല കേട്ടോ. കടവന്ത്രയിലുള്ള ഒരു ഹോട്ടൽ റൂമിലേക്ക് സഫ്ന എന്ന് പറയുന്ന പെൺകുട്ടി ക്ഷണിച്ചതനുസരിച്ച്, ഇനിയിപ്പോ പെൺകുട്ടിയുടെ പേര് പറഞ്ഞതിന്റെ പേരിൽ ഒരു വിഷയം ഉണ്ടാവണ്ട, അവൾ ഇരയല്ല, പ്രതിയാണ്, എല്ലാ മാധ്യമങ്ങളും പറഞ്ഞിട്ടുണ്ട്. സഫ്ന വീഡിയോയും പുറത്തുവിടുന്നു. അതെ, സഫ്ന എന്ന് പറയുന്ന പെൺകുട്ടി വിളിച്ചത് പ്രകാരമാണ് അമൽ എന്ന് പറയുന്ന പയ്യൻ ഈ കടവന്ത്രയിലെ ഹോട്ടൽ റൂമിലേക്ക് ചെല്ലുന്നത്. അവിടെ ചെല്ലുമ്പോൾ ഈ പറയുന്ന പെൺകുട്ടി ഒറ്റയ്ക്കല്ല, അവളുടെ 3 ആൺ സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു. അവരുടെ പേരുകൾ എനിക്ക് ഓർമ്മയിൽ വരുന്നില്ലാത്തതുകൊണ്ടാണ്. ഈ ആൺ സുഹൃത്തുക്കൾ അവരുടെ മുന്നിൽ വെച്ച് സഫ്നയുമായി ഈ പറയുന്ന അമലിനോട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ പറയുകയാണ്. അതിന് വിസമ്മതിച്ചതിനാണ് നട്ടൽ ഒടിയപ്പെട്ടത് എന്നാണ് അമല് പറയുന്നത്. പക്ഷേ ആ വീഡിയോയിലുള്ള പെൺകുട്ടിയുടെ ഓവർ കോൺഫിഡൻസ് നമ്മൾ എല്ലാവരും ശ്രദ്ധിച്ചതാണ്. അവളെ അതൊന്നും ബാധിക്കുന്നില്ല. അവൾ ചിരിച്ചുകൊണ്ടാണ് അവിടെ നിൽക്കുന്നത്, അല്ലേ? ഇപ്പോൾ ഇതിന്റെ പേരിലും കൊല്ലത്തെ വലിച്ചിരണ്ട. സംഭവം നടന്നത് എറണാകുളത്താണ്, പെൺകുട്ടി കൊല്ലംകാരിയാണെന്ന് മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ ഇനിയിപ്പോൾ കുറച്ച് പേര് വരും, കൊല്ലത്താണേ, കൊല്ലം ഇങ്ങനെ സംഭവിക്കുവേ. പക്ഷേ ഇതിന്റെ പേരിൽ ഒരു നാടിനെ വലിച്ചിട്ട് നാണം കെടുത്തേണ്ട ആവശ്യങ്ങളൊന്നും തന്നെ ഇല്ല. ഇത് പച്ച മലയാളത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു 3 മലയാള അക്ഷരം, അത് ഇവിടെ പറയാൻ പറ്റാത്ത 3 മലയാള അക്ഷരത്തിന്റെ പ്രശ്നമാണ്. ഇനി ആളുകൾ 3 മലയാള അക്ഷരം തേടി പോകേണ്ട ഒരു ആവശ്യമുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല. അതിനൊക്കെ അപ്പുറത്തേക്ക് നമ്മൾ ആ വിഷയത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ, ആ വിഷയത്തിന്റെ 2 പുറങ്ങളാണ് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്നത്. ഇപ്പോൾ അമൽ എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ ആ പെൺകുട്ടി ഇൻസ്റ്റാഗ്രാമിലൂടെ അവർ ഇൻസ്റ്റാഗ്രാമിൽ പരിചയപ്പെട്ടു, സുഹൃത്തുക്കളായതിനു ശേഷം ഹോട്ടൽ റൂമിലേക്ക് വിളിച്ചു വരുത്തുകയാണ്.
വിളിച്ചു വരുത്തുന്ന സാഹചര്യത്തിൽ കൂടെയുള്ള സുഹൃത്തുക്കൾ പറയുകയാണ് നീ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ പറയുമ്പോൾ പറ്റില്ല എന്ന് പറയുന്ന ഒരു സാഹചര്യത്തിൽ നിനക്ക് എന്താ പറ്റാത്തത് എന്ന് ചോദിച്ചുകൊണ്ട് ഇതിൽ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രാഹുലെ, ഇതിന്റെ വേറൊരു വശം നമ്മളിവിടെ ചർച്ച ചെയ്യാനായിട്ടുണ്ട് കേട്ടോ. ഈ സഫ്ന എന്ന പേരിൽ സഫ്നയുടെ അക്കൗണ്ടിൽ നിന്ന് ചാറ്റ് ചെയ്തുകൊണ്ടിരുന്നത് അവളുടെ പുരുഷ സുഹൃത്താണ്, മനസ്സിലായില്ലേ? അപ്പോൾ അമലിനെ വിളിച്ചു വരുത്തി നട്ടലോടിക്കണമെന്നുണ്ടെങ്കിൽ ഈ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ ആവശ്യപ്പെട്ടു എന്നുള്ളതിന്റെ സത്യാവസ്ഥ പോലീസ് മുന്നിലേക്ക്, നമ്മുടെ ജനങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കട്ടെ. പക്ഷേ ഇവിടെ ഒരു പയ്യനെ അവിടേക്ക് വിളിച്ചു വരുത്തി അവനിട്ട് അടി കിട്ടണമെന്നുണ്ടെങ്കിൽ അവനെയും കൂടി നമ്മൾ ചിന്തിക്കണം. അവന്റെ ഭാഗത്ത് നിന്ന് ഇവന് സംസാരശേഷി ഇല്ല എന്നുള്ളത് ശരിയാണ്, പക്ഷെ അക്ഷരം എഴുതാൻ അറിയാവുന്നവൻ എന്തായിരിക്കും ടൈപ്പ് ചെയ്ത് വിട്ടത് എന്നറിയില്ലല്ലോ. ഇവിടെ എന്താണെങ്കിലും അടുത്ത ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ വരുമെന്നതൊരു യാഥാർത്ഥ്യമാണ്. കാരണം ഇപ്പോൾ അവർക്കെതിരെ FIR, അതായത് പ്രാഥമിക അന്വേഷണം നടത്തി FIR ഇട്ട് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുകയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. ആ ചെറുപ്പക്കാരന്, അമൽ എന്ന് പറയുന്ന ചെറുപ്പക്കാരന് നട്ടലിന് സാരമായിട്ടുള്ള പരുക്കുണ്ട്, നട്ടൽ ഒടിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നട്ടൽ ഒടിയുന്നത് വരെ ആക്രമിക്കാൻ കഴിയുന്നൊരു വിഷയം അവിടെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതെന്തുകൊണ്ട് അങ്ങനെ ഒരു വിഷയമാണെങ്കിൽ പോലീസിൽ പറയാഞ്ഞത് എന്നൊരു മറ്റൊരു ചോദ്യം. പക്ഷേ രാഹുലെ, ഇവിടെ ഉയർന്നു വരുന്ന മറ്റൊരു ചോദ്യം കൂടെ ഉണ്ട്. കുറ്റവാളികൾ പോലീസിന്റെ മുൻപിൽ യാതൊരുവിധ കുറ്റബോധവും ഇല്ലാതെ നിൽക്കുന്നൊരവസ്ഥ ആ ഫോട്ടോയിൽ അല്ലെങ്കിൽ ആ വീഡിയോയിൽ നമ്മൾ വ്യക്തമായി കണ്ടിട്ടുണ്ട്. ഇവിടെ അത് ഓവർ കോൺഫിഡൻസ് മാത്രമല്ല, നിയമം എന്നെ ഇത്രയും മാത്രമേ ചെയ്യാനുള്ളൂ, അല്ലെങ്കിൽ ഇത്ര ദിവസം കൊണ്ട് ഞാൻ പുറത്തിറങ്ങും, അവിടെ പോയാലും എനിക്കൊന്നും സംഭവിക്കാനില്ലെന്നുള്ള ആ ഒരു കോൺഫിഡൻസ് ആണ്. അതാണ് അവരുടെ ഓവർ കോൺഫിഡൻസ്. അതെന്തുകൊണ്ട് സംഭവിച്ചു എന്നതും ഇവിടെ ചർച്ച ചെയ്യപ്പെടണം. പിന്നെ പറയാനുള്ളത് ഇവിടുത്തെ നമ്മുടെ യുവത്വത്തിനോടാണ്. ഇൻസ്റ്റഗ്രാമിൽ ഫിൽറ്ററിൽ കാണാൻ സുന്ദരികളായിട്ടുള്ള ഒരുപാട് പെൺകുട്ടികളുണ്ടാവും. അവർക്കൊക്കെ പിന്നിൽ ഇതുപോലെ സുഹൃത്തുക്കളും ഉണ്ടാവും. ദയവ് ചെയ്ത് അവരുടെ ചാറ്റ് കേട്ടിട്ട് കയറി വാ എന്ന് പറയുമ്പോൾ ഓടിച്ചെല്ലാൻ നിൽക്കരുത്. ഈ നട്ടല്ലെന്ന് പറയുന്ന സാധനം അത്ര വലിയ കട്ടിയൊന്നുമുള്ളതല്ല, എളുപ്പം അങ്ങനെയല്ല. ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയ വിഷയം എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള ആളുകൾ ഒരുപാട് പേര് ഇപ്പോൾ ഫോണിലൂടെ ശല്യം ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട്. നമ്മുടെ നാട്ടിൽ തന്നെയുണ്ട്. ആരെങ്കിലും ഇൻസ്റ്റാഗ്രാം യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് മെസ്സേജ് അയച്ച് പരിചയപ്പെടാൻ തന്നെയാണ് ഇൻസ്റ്റഗ്രാം എന്ന് പറയുന്ന ആപ്ലിക്കേഷനും ഫേസ്ബുക്ക് എന്ന് പറയുന്ന ആപ്ലിക്കേഷനും. അതായത് അപരിചിതർക്ക് പരിചയപ്പെടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു ആപ്ലിക്കേഷൻ ഉണ്ടാക്കിയത് തന്നെ. അപ്പോൾ അതിൻ്റെ രീതിയും അങ്ങനെ തന്നെയാണ്. കൂടുതൽ ഫോളോവേഴ്സിനെ നേടുക. ഇന്നത്തെ കാലത്ത് അതുകൊണ്ട് കൂടുതൽ പെയ്ഡ് കൊളാബറേഷൻസ് വാങ്ങിക്കുന്ന ആളുകളാണുള്ളത്. അതുകൊണ്ട് ഇൻസ്റ്റഗ്രാമിൽ പലപ്പോഴും ഒരു ഡ്രസ്സൊക്കെ കുറച്ച് മാറ്റി വീഡിയോ ചെയ്തതിന് ശേഷം അവരുടെ ഇൻബോക്സിലേക്ക് ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ നല്ല ചീത്ത പറഞ്ഞിട്ട് ആട്ടി ഓടിക്കുന്ന എത്രയോ ആളുകളുണ്ടെന്ന് അറിയാമോ? ഇൻസ്റ്റാഗ്രാമിന്റെ ഇപ്പൊ ഞാൻ ആണെങ്കിൽ നമുക്കിവിടെ കാണിക്കാൻ പറ്റില്ലാത്തതുകൊണ്ടാണ്. ഈ ഇൻസ്റ്റാഗ്രാമിന് ഇപ്പം പോസ്റ്റ് എന്ന് പറഞ്ഞ അല്ലെങ്കിൽ സ്റ്റാറ്റസ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. ഈ അതായത് നമ്മൾ സ്റ്റാറ്റസ് ഇടുന്നതല്ലാതെ നോട്ട്സ് എന്നും പറഞ്ഞിട്ട് മെസ്സേജിന്റെ ഭാഗത്ത് നോട്ട്സ് എന്നും പറഞ്ഞൊരു സംഭവമുണ്ട്. അവിടുത്തെ പല നോട്ടുകളും കണ്ടു കഴിഞ്ഞാൽ കൂടുതലും സ്ത്രീകൾ ആരെയൊക്കെയോ തെറി വിളിക്കുന്നതായിട്ട് കാണാം. അപ്പം ഇതിന്റെ പിന്നാലെ നമ്മൾ അന്വേഷിച്ച് പോകാറില്ല. പക്ഷെ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ കിട്ടുന്നത് മുഴുവൻ ഈ പറയുന്ന കൊക്കരക്കോ കൂട്ടത്തിനാണ്. ഇൻസ്റ്റാഗ്രാം സോഷ്യൽ മീഡിയ സ്വാഭാവികമായിട്ടും ഇപ്പോ ഇൻസ്റ്റാഗ്രാം ഉണ്ടാകുന്ന കാലത്തിന് മുമ്പിട്ടും ഇത്തരത്തിലുള്ള ആളുകളുണ്ട്. നമ്മൾ ബസ്സിൽ തന്നെ സ്ത്രീകളെ ശല്യം ചെയ്യുന്ന എത്രയോ വാർത്തകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. പൊതുവിടങ്ങളിൽ സ്ത്രീകളെ ശല്യം ചെയ്യുന്ന എത്രയോ വാർത്തകൾ കണ്ടിട്ടുണ്ട്. അതേപോലെ തന്നെയാണ് സോഷ്യൽ ഇടങ്ങളിലും ഇന്നും എങ്ങനെയാണ് ഒരു സോഷ്യൽ ഇടത്തിൽ പെരുമാറേണ്ടത് എന്ന് കൃത്യമായിട്ടുള്ള ബോധമുള്ള മനുഷ്യർ പലപ്പോഴും കുറവാണ്. അവിടെ വന്ന് തൻ്റെ വീട്ടിൽ സംസാരിക്കുന്നത് പോലെയോ തൻ്റെ അടുത്ത ആളുകളോട് സംസാരിക്കുന്നത് പോലെയോ ഇനി തനിക്ക് എന്തും പറയാനുള്ള ഒരു പ്ലാറ്റ്ഫോം ആയിട്ടോ കാണുന്ന ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ആളുകൾക്ക് കൃത്യമായിട്ടൊരു ബോധവൽക്കരണമാണ് ആദ്യം വേണ്ടത്. ഇപ്പോൾ ഹണി ട്രാപ്പ് പോലുള്ള പദ്ധതികൾ, ഇപ്പോൾ ഈ വിഷയത്തിൽ നമ്മൾ കാണുന്നത് എന്താണ്? ആ ഹോട്ടൽ റൂമിലേക്ക് വിളിച്ചു വരുത്തിയതിനു ശേഷം നട്ട അടിച്ചോടിക്കുന്ന ഒരു സാഹചര്യമാണ്. ഇതേ കാര്യങ്ങൾ തന്നെയാണ് ഹണി ട്രാപ്പിൽ നടക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ. കഴിഞ്ഞ കാലങ്ങളിൽ നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ഹണി ട്രാപ്പ് ചെയ്യുന്ന ഒരു പെൺകുട്ടിക്ക് അവരുടെ സുഹൃത്തുക്കളായിട്ടുള്ള പുരുഷന്മാരായിരിക്കും മെസ്സേജ് അയച്ചിട്ടുള്ളത്. അവിടെ വന്ന് പിന്നീട് പണം ചോദിക്കുകയും പിന്നീട് അടിച്ച് മോശമാക്കുന്ന രീതിയിലേക്ക് കൊണ്ടുപോകുന്ന സാഹചര്യങ്ങളുണ്ട്. അതും നമ്മുടെ കേരളത്തിൽ തന്നെയാണ് സംഭവിക്കുന്നത്. ഇവിടെ ചിന്തിക്കേണ്ട മറ്റൊരു കാര്യം കൂടെ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ പറയുന്ന സോഷ്യൽ മീഡിയ ഹാൻഡിൽ ചെയ്യുന്ന അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ വീഡിയോസ് ഇടുന്ന എല്ലാ പെൺകുട്ടികളും എന്താ പറയുന്നത്, ഏതെങ്കിലും ഒരു പുരുഷന്റെ ചുമലിൽ ചാഞ്ഞ് കയറണം എന്നുള്ള ചിന്തയോടുകൂടി ഇവിടെ വരുന്നവരല്ല. അവർക്ക് അവരുടേതായ സ്ട്രെസ്സുകളുണ്ട്. കാരണം ഒരു സ്ത്രീക്ക് ഒരു പുരുഷനേക്കാൾ പല കാര്യങ്ങളിലും സ്ട്രെസ്സുകളുണ്ട്. അല്ല, സ്വാഭാവികമായിട്ടും ഇൻസ്റ്റാഗ്രാമിൽ പരിചയപ്പെട്ട ഒരു ചെറുപ്പക്കാരൻ വളരെ മോശമായിട്ട് മെസ്സേജ് അയക്കുകയാണെങ്കിൽ ഒന്നെങ്കിൽ ബ്ലോക്ക് ചെയ്ത് കളയാം, അല്ലെങ്കിൽ പോലീസിൽ പരാതി പറയാം.
ഇത് രണ്ടും ചെയ്യാതെ ഹോട്ടൽ റൂമിലേക്ക് നീ വാ എന്ന് പറഞ്ഞു ഹോട്ടൽ റൂമിൽ വിളിച്ചു വരുത്തിയതിനു ശേഷം നീ ഇനി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുക എന്ന് പറയുമ്പോൾ പറ്റത്തില്ല എന്ന് പറയുമ്പോഴത്തേക്ക് നട്ടല്ല ഒടിച്ചു കളയുകയാണ് വേണ്ടത്. രാഹുലെ, രണ്ട് കാര്യങ്ങളും കൊണ്ട് രാഹുൽ ചിന്തിക്കണം. ഒന്നുകിൽ ഇവൻ ബ്ലോക്ക് പറഞ്ഞു ബ്ലോക്ക് ചെയ്യാം, ഇൻസ്റ്റാഗ്രാമിൽ ബ്ലോക്ക് ചെയ്യാം. പക്ഷെ ഫേക്ക് ഐ ഡി എന്ന് പറയുന്ന ഒരു സംഭവം കൂടെ ഉണ്ട്. ഫേക്ക് ഐഡികൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അത് ഉപയോഗിച്ച് വീണ്ടും വീണ്ടും ചെന്ന് ശല്യപ്പെടുത്താൻ പറ്റും. അല്ലെങ്കിൽ പുതിയൊരു ഐ ഡി, ഞാനിപ്പോ രാഹുലിനെ എന്റെ ഇൻസ്റ്റാഗ്രാമിൽ ബ്ലോക്ക് ചെയ്യുന്നു. രാഹുലിന് അതേ പേരിൽ തന്നെ പുതിയൊരു ഐ ഡി ഉണ്ടാക്കിയിട്ട് എനിക്ക് വന്ന് ചാറ്റ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ഒരാളെ കയ്യേറ്റം ചെയ്യാനുള്ള അധികാരം എല്ലാവർക്കും. അത് അങ്ങനല്ല ഞാൻ പറഞ്ഞത്. ഒരാളെ കയ്യേറ്റം ചെയ്യാനുള്ള അധികാരത്തിന്റെ കാര്യമല്ല ഞാൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞത് ഇവന് തല്ലി കിട്ടിയിട്ടുണ്ടെങ്കിൽ എന്തിന് തല്ലി കിട്ടിയെന്നതിനെ കുറിച്ചും കൂടെ അന്വേഷിക്കണം. ഒന്നാമത്തെ കാര്യം. പിന്നെ രണ്ടാമത്തെ കാര്യം, ഇവൻ എന്തായാലും ഈ പെൺകുട്ടിയെ പൂവിട്ട് പൂജിക്കാനായിട്ടൊന്നും അല്ലല്ലോ ഹോട്ടൽ റൂമിലോട്ട് ചെന്നിട്ടുള്ളത്. വിളിച്ചു വരുത്തിയപ്പോഴേ എന്തെങ്കിലും കിട്ടുമോ എന്നുള്ള ഉറപ്പോട് കൂടി തന്നെയാണല്ലോ ഇവൻ ചെന്നിട്ടുള്ളത്. പിന്നെ അവിടെ വെച്ചിട്ട് ലൈംഗികബന്ധത്തിൽ ഏർപ്പെടാൻ പറഞ്ഞപ്പോൾ വിസമ്മതിച്ചതിന്റെ പേരിൽ അത് എനിക്ക് അങ്ങ് അത്രയും ദഹിക്കാത്ത, ഡൈജസ്റ്റ് ആവാത്തൊരു കാര്യമാണ്. കാരണം എന്താ വെച്ചാൽ രാഹുലെ, ഇവൻ എന്താണെങ്കിൽ ഞാൻ മുൻപ് പറഞ്ഞ തന്നെയാണ്, ഇവൻ പൂജിക്കാണ്ട് ഹോട്ടൽ റൂമിലോട്ട് കയറി ഞാനൊരു കാര്യം പറ്റേ, ഇതൊന്നും പുറത്തു വിട്ടിരിക്കുന്നത് പോലീസാണ് പുറത്തു വിട്ടിരിക്കുന്നത്. പോലീസ് പുറത്തു വിട്ടിരിക്കുന്നത് മാധ്യമങ്ങളാണ് പുറത്തു വിട്ടിരിക്കുന്നത്. ഇപ്പോ ഞാൻ പറയാം, ഇപ്പോ അങ്ങനെ തന്നെയാണ് സംഭവിച്ചെങ്കിലോ ഇവിടെ ഹണി ട്രാപ്പ് ചെയ്യുന്ന ആളുകളും ഇങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. അവിടെ ഇൻസ്റ്റാഗ്രാമിൽ ചാറ്റ് ചെയ്യുമ്പോൾ ചക്കരെ പൊന്നെ എന്നൊക്കെല്ലാം പറഞ്ഞ് കൃത്യമായിട്ട് ചാറ്റ് ചെയ്തതിനു ശേഷം ഹോട്ടൽ റൂമിലേക്ക് വരാൻ പറഞ്ഞ് വിളിക്കുന്ന സാഹചര്യത്തിൽ ഹോട്ടൽ റൂമിൽ ചെല്ലുമ്പോൾ അവിടെ ചെന്ന് തുണി അഴിച്ച് നിർത്തി നഗ്ന വീഡിയോസും നഗ്ന ദൃശ്യങ്ങളും പകർത്തിയതിനു ശേഷം പൈസ തരാൻ ചോദിക്കുന്നവരാണ് ഹണി ട്രാപ്പ് ചെയ്യുന്നത്. ഇവിടെയും അത് തന്നെയാണ് സംഭവിച്ചിരിക്കുന്നതെങ്കിലോ? ഹണി ട്രാപ്പ് അല്ല, ഇവിടെയും അത് തന്നെയാണ് സംഭവിച്ചിരിക്കുന്നതെങ്കിലോ? അതായിരിക്കാം. പക്ഷെ ഞാൻ പറയാൻ വന്ന സംഭവം പൂർത്തിയാകുന്നതിനിപ്പുറം നമ്മുടെ സംഭാഷണത്തിൽ ചെറിയൊരു മുറിവ് വന്നിരുന്നു. എനിക്ക് പറയാനുള്ളത്, ഇവിടുത്തെ സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും ഒക്കെ യൂസ് ചെയ്യുന്ന പുരുഷ സുഹൃത്തുക്കളോടാണ്. നിങ്ങളുടെ ഭാര്യമാരെ പോലെ തന്നെയാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ സഹോദരിമാരെ പോലെ തന്നെയാണ് ഈ പറയുന്ന ഇൻസ്റ്റാഗ്രാം ഉപയോഗിക്കുന്ന മറ്റുള്ള സ്ത്രീകൾ. അവരവിടേക്ക് വരുന്നത് അവരുടെ ജോലിഭാരം, ഒരു ഭാര്യയ്ക്ക് ഭർത്താവിനെ അയാളുടെ ജോലിക്ക് പറഞ്ഞു വിടുന്നവരേക്ക്, കുഞ്ഞുങ്ങളെ സ്കൂളിൽ വിടുന്നവരേക്ക് നിന്ന് തിരിയാനുള്ള സമയമില്ല, ഓടി നടക്കുകയാണ്. അതിനുശേഷം അവളുടേതായിട്ടുള്ള സന്തോഷങ്ങൾക്ക് വേണ്ടിയിട്ട് ആയിരിക്കാം ഒരുപക്ഷെ ഇൻസ്റ്റാഗ്രാമിൽ റീലുകൾ ഇടുന്നത്. അതിൽ മാന്യമായ ഡ്രസ്സ് ഇട്ട് വീഡിയോ ചെയ്യുന്ന സ്ത്രീകളെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അല്ലാതെ അറ്റവും മുറിയുമൊക്കെ കാണിച്ച് ലൈക്ക് വാങ്ങിച്ച് കൂട്ടി അതിനുശേഷം സബ്സ്ക്രിപ്ഷൻ ആഡ് ചെയ്ത് സബ്സ്ക്രിപ്ഷനിലേക്ക് കയറി വരൂ, എൻ്റെ മറ്റാരും കാണാത്ത വീഡിയോസ് നിങ്ങൾ കാണാമെന്നും പറഞ്ഞ് പോസ്റ്റ് ഇടുന്നവരെ കുറിച്ചല്ല. നല്ല രീതിയിൽ ഈ സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്നവരുണ്ട്. നല്ല സൗന്ദര്യമുള്ള, നല്ലപോലെ പുഞ്ചിരിക്കുന്ന, നല്ല മിഴികളുള്ള, നല്ല മുടികളുള്ള, നല്ല സുന്ദരികളായ പെൺകുട്ടികൾ ഈ ഇൻസ്റ്റാഗ്രാം യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരെയൊക്കെ കണ്ടുകൊണ്ട് അവരിപ്പോൾ വളയുമെന്ന് കരുതി അവരുടെ ഇൻബോക്സിലേക്ക് ചെന്ന് ചാറ്റ് ചെയ്യാനായിട്ട് നിൽക്കുമ്പോൾ ഒരു കാര്യം ചിന്തിക്കണം. ഒന്നുകിൽ അവർക്ക് നല്ല കയ്യൂക്കുള്ള സുഹൃത്തുക്കളുണ്ടാവും, അല്ലെങ്കിൽ നല്ല കയ്യൂക്കുള്ള ഭർത്താവോ സഹോദരനോ ഉണ്ടാവും. ഞാൻ പറഞ്ഞു വരട്ടെ. അപ്പോൾ ദയവ് ചെയ്തിട്ട് അങ്ങോട്ട് ചെന്ന് കയറി കിട്ടിക്കഴിഞ്ഞിട്ട് പിന്നെ എനിക്കിട്ട് കിട്ടിയേ അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഞാനും ഉപയോഗിക്കാറുണ്ട് ഈ പറയുന്ന സോഷ്യൽ മീഡിയ, രാഹുലും ഉപയോഗിക്കാറുണ്ട്. നമുക്ക് നമ്മുടേതായിട്ടുള്ള അറിയാത്ത ആളുകൾക്ക് മെസ്സേജ് അയച്ചു പോകാറുണ്ടോ? അല്ല, ഞാൻ പറഞ്ഞത് അറിയാത്ത ആളുകൾക്ക് മെസ്സേജ് ഇല്ല, പോയിട്ടുണ്ട്. നമുക്ക് സെക്യൂർഡ് ആയിട്ടുള്ള ചില ആളുകളുണ്ട്. ഈവൻ എനിക്ക് എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട, എനിക്ക് ഏറ്റവും ഇതിന്റെ മറ്റൊരു പ്രശ്നം പറയാം. കേരളത്തിലല്ല, ലോകത്തെ പലയിടങ്ങളിലും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇൻസ്റ്റാഗ്രാമിലൂടെ പ്രണയത്തിലായ എത്രയോ ആളുകളുണ്ട്, ഇൻസ്റ്റാഗ്രാമിലൂടെ ജീവിതം മാറിയ എത്രയോ ആളുകളുണ്ട്, ഇൻസ്റ്റാഗ്രാമിലൂടെ ജീവിതം തൊലഞ്ഞ ഒരുപാട് ആളുകളുണ്ട്. അതെ, തീർച്ചയായിട്ടും ഉണ്ട്. പക്ഷെ അവിടെയെല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇപ്പൊ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ഇവിടെ പുരുഷന്മാർ സുരക്ഷിതരാണോ എന്ന് ചോദിച്ചുകൊണ്ട് നമ്മൾ വലിയ വലിയ ചർച്ചകളൊക്കെ നടത്തി. എന്തിനായിരുന്നു? ഒരു ചെറുപ്പക്കാരനെ ബസ്സിൽ വെച്ച് വീഡിയോ ദൃശ്യങ്ങൾ പകർത്തിയതിന്റെ പേരിൽ ആ ചെറുപ്പക്കാരൻ ആത്മഹത്യ ചെയ്ത വിഷയത്തിലാണ് ഇവിടെ ചർച്ചകൾ തുടങ്ങിയത്. ആ ചർച്ചകളിൽ ഇവിടെ വന്നിട്ടുള്ള എല്ലാവരും പറയുന്നത് എന്താണ്? ഇങ്ങനെ എന്തെങ്കിലും ഒരു വിഷയങ്ങൾ ഉണ്ടാകുകയാണെങ്കിൽ വീഡിയോ ദൃശ്യങ്ങൾ ഷൂട്ട് ചെയ്യുക, സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്യുന്നതിന് പകരം അത് പോലീസിനെ ഏൽപ്പിക്കുക. അല്ലെങ്കിൽ ഇത്തരത്തിലൊരു വിഷയം നേരിടുന്ന ഒരു സാഹചര്യത്തിൽ പോലീസിനെ ഇതാക്കുക. സോഷ്യൽ മീഡിയയിലൂടെ ഹറാസ്മെന്റ് നേരിടുകയോ അല്ലെങ്കിൽ മോശമായി ആരെങ്കിലും പറയുകയോ ചെയ്യുകയാണെങ്കിൽ പോലീസിൽ പരാതിപ്പെടാം. അല്ലെങ്കിൽ അവർ ഇവിടെ അത്രയും മാർഗങ്ങൾ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ നിയമം കയ്യിലെടുക്കുകയല്ല വേണ്ടത്. ഇപ്പോ 2 അടി കൊടുത്ത് വിടുകയാണെങ്കിൽ ശരി, ഇത് ഒരാളെ നട്ടല് തല്ലി ഓടിച്ചതിന് ശേഷം അപ്പോ അതൊരു ഭിന്നശേഷിക്കാരനാണ്. അപ്പൊ നട്ടല് തല്ലി ഓടിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് ഒന്ന് വിളിച്ചു പോകാൻ പോലും
കഴിയാത്തൊരു സംസാരിക്കാൻ കഴിയാത്തൊരു വ്യക്തിയാണ്. പക്ഷേ എന്ത് തന്നെയാണെങ്കിലും അവിടെ നമുക്ക് അതിനെ ന്യായീകരിക്കാൻ കഴിയില്ല. ഞാൻ ന്യായീകരിക്കുകയല്ല, അല്ല, ഒരു ഹോട്ടൽ മുറിയിലേക്ക് വിളിച്ചു വരുത്തിയതിനു ശേഷം അവിടെ ഇട്ട് അടിക്കുന്ന ഒരു സാഹചര്യത്തിൽ അല്ലെങ്കിൽ നട്ടൽ തല്ലി പിടിക്കുന്ന സാഹചര്യത്തിലേക്ക് പോകേണ്ട കാര്യമില്ല. എന്തെങ്കിലും അങ്ങനെ ഒരു വിഷയം ഉണ്ടെങ്കിൽ പോലീസിനെ ഡയറക്റ്റ് ആയിട്ട് ഏൽപ്പിക്കാം. ഞാൻ പറഞ്ഞത് ഒരു അപരിചിതരുടെ കോളുകൾക്കുള്ളിലേക്ക് നമ്മുടെ യുവത്വത്തിന് അല്ലെങ്കിൽ നമ്മുടെ ആളുകൾക്ക് കടന്നു ചെല്ലേണ്ട ആവശ്യമില്ല. എല്ലാവരും അപരിചിതരാണ് ആദ്യ സമയം കാണുമ്പോൾ, പിന്നീടാണ് അവർ സുഹൃത്തുക്കളിലേക്ക് ആവുന്നത്. ഒരാളും ജനിക്കുമ്പോഴേ സുഹൃത്തുക്കളുമായിട്ട് ജനിക്കുന്നില്ല. അപരിചിതരെ കണ്ട് അവർ പിന്നീട് സൗഹൃദത്തിലേക്ക് പോകുന്നതാണ്. ഈ ലോകം തന്നെ അങ്ങനെയാണ്. ഈ ലോകത്ത് ഇപ്പൊ അമേരിക്കയിൽ ജനിക്കുന്ന ആളും ഇന്ത്യയിൽ ജനിക്കുന്ന ആളും രണ്ട് അപരിചിതരല്ലേ ആദ്യമായി കാണുന്നത്. ഞാൻ പറഞ്ഞത് അങ്ങനെയുള്ള യാത്രകളിലാണ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത്. പ്രശ്നങ്ങൾ ഉണ്ടാകും, അതിനെ നേരിടുകയാണ് വേണ്ടത്. അതിനെ നേരിടാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഒരു ഭരണഘടനയുള്ളതും ഇവരുടെ നിയമ സംവിധാനങ്ങളുള്ളതും. ഇങ്ങനെ എന്തെങ്കിലും വിഷയങ്ങൾ ഉണ്ടാകുകയാണെങ്കിൽ ആദ്യം പോലീസിനാണ്, അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ തന്നെ എത്രയോ വഴികളുണ്ട്. അതിൽ റിപ്പോർട്ട് ചെയ്യാം, ബ്ലോക്ക് ചെയ്യാം. സംസാരിക്കാനോ വേണ്ടിയോ നമ്മുടെ ഇഷ്ടമാണ്. എന്താണെങ്കിലും കൂടുതൽ ശല്യം ചെയ്യുകയാണെങ്കിൽ പോലീസിനെ ഏൽപ്പിക്കാം. എന്താണെങ്കിലും ഈ ചർച്ചയിൽ നമുക്ക് ഇത് മുന്നോട്ട് നീണ്ടുപോകും. കാരണം ഇതിന്റെ വിഷയങ്ങൾ പറയാനാണെന്നുണ്ടെങ്കിൽ ഒരു ദിവസം വരുന്ന ചർച്ച ചെയ്യാനുള്ള വിഷയങ്ങൾ ഇതിനകത്തൊക്കെ ഉണ്ട്. ഈ സോഷ്യൽ മീഡിയക്കകത്തുണ്ട്, സോഷ്യൽ മീഡിയ സംബന്ധിക്കുന്ന വിഷയങ്ങളിലുണ്ട്. പക്ഷേ ഇവിടെ ഒരു സൈഡ് മാത്രമേ നമ്മൾ കേട്ടിട്ടുള്ളൂ, അതായത് പോലീസിന്റെ ഭാഷ മാത്രമേ നമ്മൾ കേട്ടിട്ടുള്ളൂ. ഇനി ഈ പറയുന്ന സഫ്ന എന്ന് പറയുന്ന പെൺകുട്ടിക്കും അവളുടേതായ ഭാഗങ്ങൾ ന്യായീകരിക്കുവാനുണ്ട്. ഈ അമലിന് പിന്നെ സംസാരിക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. അമലിന് വേണ്ടി സംസാരിക്കാനായിട്ട് അവന്റെ സുഹൃത്തുക്കൾ ഉണ്ടാവും. പക്ഷേ എപ്പോഴും എനിക്കൊരു കാര്യം പറയാനുള്ളത് രാഹുൽ, എന്ത് തന്നെയാണെങ്കിലും തെളിവുകൾ അവിടെ. പക്ഷെ ഞാൻ പറയുന്നത് ഇൻസ്റ്റാഗ്രാമിൽ ചാറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിന്റെ ഇനി ചാറ്റ് ഡിലീറ്റ് ചെയ്ത് കളിച്ചാൽ ആ ചാറ്റുകൾ അവിടെ തന്നെ ഉണ്ടാകും. കൃത്യമായിട്ട് അടുത്ത ചാറ്റുകൾ, അതായത് ഡിലീറ്റഡ് ചാറ്റുകൾ റിക്കവർ ചെയ്യാൻ പറ്റും. പക്ഷേ ഇൻസ്റ്റാഗ്രാമിന്റെ അൺസെൻഡ് ചാറ്റുകൾ റിക്കവർ ചെയ്യാൻ സാധിക്കില്ല. അത് അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഈ അൺസെൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളത് സെൻഡ് ചെയ്തിട്ടില്ല എന്നാണ്. അല്ല ശരി, ഓക്കെ, അങ്ങനെയാണെങ്കിൽ പോലും എന്താണെങ്കിലും പോലീസുകാർ ചോദ്യം ചെയ്യും. കൃത്യമായിട്ട് ഇതിന്റെ ഉത്തരവാദിത്തമായിട്ടായിരിക്കും അടുത്ത ദിവസങ്ങൾ നമുക്ക് കാണാൻ കഴിയും. നോക്കാം എന്തായാലും മുന്നോട്ട് പോകുന്നത്. പക്ഷേ രാഹുലെ, തീയില്ലാതെ ഇന്ന് വരേക്കും പുകയുണ്ടായ ചരിത്രമില്ല.